ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ കോക്ടെയിൽ 2 എന്ന സിനിമയെ കുറിച്ചാണ്. സിനിമയുടെ തുടക്കത്തിൽ കുനാൽ, ദിയ എന്നീ പ്രേമ ജോഡികളെയാണ് നമ്മൾ കാണുന്നത്. കുനാൽ പ്രൊഫഷണലായി ഒരു റെസ്റ്റോറന്റ് നടത്തുന്നു. ദിയ ജോലി ചെയ്യുന്നു. ഇവർ 16 വർഷമായി ഒന്നിച്ചാണ് ജീവിക്കുന്നത്. കോളേജിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയത്. ആദ്യം സൗഹൃദമായിരുന്നു, പിന്നെ അത് പ്രണയമായി മാറി. പിന്നീട് ആ പ്രണയം ആഴത്തിലുള്ളതായി മാറി. ഒരുപാട് കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടും പ്രണയമുള്ളത് കൊണ്ട് രണ്ടുപേരും ഒന്നിച്ചു തന്നെ തുടർന്നു. ഇരുവരും പരസ്പരം വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിക്കാൻ രണ്ടുപേർക്കും താല്പര്യമില്ല. ഒന്നിച്ചു തന്നെയാണ് താമസം, എല്ലാം പങ്കിടുന്നുമുണ്ട്. പക്ഷേ കല്യാണം മാത്രം കഴിച്ചിട്ടില്ല. ഇതിനിടയിൽ രണ്ടുപേരും ഒരു കല്യാണത്തിന് പോയപ്പോൾ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നു. അവരുടെ ഒരു കൂട്ടുകാരിയായ റൂഹിയുടെ ബ്രേക്കപ്പ് അടുത്തിടെ കഴിഞ്ഞതേയുള്ളൂ. കാരണം അവളുടെ കാമുകൻ അവളെ ചതിച്ചു. 6 വർഷമായി ഒന്നിച്ചായിരുന്നിട്ടും അവൻ ചതിച്ചു. ഫോണിലെ ചാറ്റ് കണ്ടതുകൊണ്ടാണ് അവന്റെ ചതി പിടിക്കപ്പെട്ടത്. ഫോണിൽ ആരാണ് ചാറ്റ് സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞ് കുനാൽ ചിരിക്കുകയായിരുന്നു. അവൻ ദിയയോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാൻ അത്രയും സ്മാർട്ടാണ്. ലഹരിലായിരുന്നു കൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അടുത്ത ദിവസം ദിയക്ക് ഭയങ്കര ദേഷ്യം വന്നു. നീ എന്നെ ചതിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നു. കുനാൽ പറയുന്നു, ഇല്ല ബേബി, എനിക്ക് നിന്നോട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഞാൻ കൂടുതൽ സ്മാർട്ടാണെന്നും നീ പാവമാണെന്നും കാണിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാണ്. കുനാൽ എന്ത് തന്നെ പറഞ്ഞാലും ദിയയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് മുള പൊട്ടി കഴിഞ്ഞിരുന്നു. ദിയ ചോദിക്കുന്നു, നീ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? കുനാൽ പറയുന്നു, ഇത് എന്റെ മാത്രം തീരുമാനമല്ലല്ലോ. നിനക്കും ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലല്ലോ. ദിയ പറയുന്നു, എന്നാൽ ഇപ്പോൾ കഴിച്ചാലോ? കുനാൽ പറഞ്ഞു, കഴിക്കാം, അതിനെന്താ? നിനക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ ചെയ്യാം. താൻ ഒരുപാട് അമിതമായി ചിന്തിക്കുകയാണെന്ന് ദിയക്ക് തോന്നുന്നു. കുനാൽ പറയുന്നു, നമുക്കൊരു ട്രിപ്പ് പോയി വരാം, മൂഡ് ഫ്രഷ് ആകും. അങ്ങനെ രണ്ടുപേർ സിക്കിലിയിലേക്ക് ആസ്വദിക്കാൻ പോകുന്നു. അവിടെ വെച്ച് അവർക്ക് ദിയയുടെ പഴയ കൂട്ടുകാരിയായ എലിയെ കാണാൻ സാധിക്കുന്നു. ദിയ പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോയപ്പോഴാണ് ഇരുവരും കൂട്ടുകാരായത്. 10 വർഷത്തിന് ശേഷമാണ് അവർ കാണുന്നത്. ഒരിടത്തും സെറ്റിലാകാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് എലി. അവൾ പലയിടങ്ങളിലായി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അവളുടെ ജീവിതത്തിൽ ഒന്നും സ്ഥിരമല്ല. ഇന്നിവിടെയാണെങ്കിൽ നാളെ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. റിലേഷൻഷിപ്പിലും അവൾക്ക് ഇതേ രീതിയാണ്. ഇന്ന് ഒരാളാണെങ്കിൽ നാളെ വേറെ ഒരാൾ. പ്രണയത്തിൽ അവൾക്ക് വിശ്വാസമില്ല. ജീവിക്കാനുള്ള വരുമാനത്തിനായി അവൾ ഇപ്പോൾ ഡാൻസ് ചെയ്യുകയാണ്. എലി അവരോട് പറയുന്നു, എന്റെ കൂടെ വരൂ, നിങ്ങളുടെ ട്രിപ്പ് ഞാൻ അടിപൊളിയാക്കി തരാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനെ രണ്ടുപേരും എലിയുടെ വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്നു. അവിടെ വെച്ച് എലി വളരെ ഇറോട്ടിക് ആയ സ്റ്റൈലിൽ സൽസ ഡാൻസ് ചെയ്യുന്നത് കാണാം. കുനാൽ ഇല്ലാത്ത സമയത്ത് എലി പറയുന്നു, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുവരെ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? ദിയ പറയുന്നു, അവന്റെ മനസ്സിൽ എന്താണെന്നോർത്ത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഒരുപക്ഷെ ഇത്രയും വർഷമായി ഒന്നിച്ചുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം അവൻ ഇപ്പോൾ കൂടെയുള്ളത്. നമ്മുടെ കുടുംബങ്ങൾക്കും ഈ ബന്ധത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ആ ഒരു പ്രഷർ കാരണം അവൻ കല്യാണത്തിന് സമ്മതിക്കുമായിരിക്കും. അവൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ കല്യാണം കഴിക്കാൻ തക്കവണ്ണം സ്നേഹിക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരുപക്ഷെ പ്രണയം തീർന്നു പോയിട്ടുണ്ടാകാം, വെറുമൊരു ശീലമായി മാറിയതാകാം. അവൾ എലിയോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, അവനെ ഒന്ന് ആകർഷിക്കാൻ നോക്ക്. അവൻ നിന്റെ വലയിൽ വീഴുകയാണെങ്കിൽ അവന്റെ ഭാഗത്ത് നിന്ന് പ്രണയം തീർന്നു എന്ന് വ്യക്തമാക്കാം. വീണില്ലെങ്കിൽ പ്രണയം സത്യമാണെന്ന് മനസ്സിലാക്കാം. എലി ചോദിക്കുന്നു, അവൻ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അവൻ മറ്റാരെയും മൈൻഡ് ചെയ്യില്ല എന്നെന്താണ് ഉറപ്പ്? അവൻ എന്നെ തന്നെ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ലല്ലോ. ദിയ പറയുന്നു, നീ എന്തിനാണ് ഇത്രയധികം ചിന്തിക്കുന്നത്? നീ ഒരു ചലഞ്ചായി ഇതെടുക്ക്. എലി പറയുന്നു, എനിക്കെന്താ, അവൻ വീണാൽ നിന്റെ ബന്ധമാണ് തകരുന്നത്. എനിക്ക് റിജക്ഷൻ നേരിടുന്നത് അത്ര ഇഷ്ടമല്ല. ഇനി അവൻ റെസ്പോൺസ് ചെയ്തില്ലെങ്കിൽ പക്ഷെ ഞാൻ ശരിക്കും വിചാരിച്ചാൽ എന്നെ കുറ്റം പറയരുത്. ഒടുവിൽ എലി ആ ചലഞ്ച് സ്വീകരിക്കുന്നു. അടുത്ത ദിവസം എലി തന്റെ പടി തുടങ്ങുന്നു. കുനാലിന് തനിക്ക് അവനിൽ താല്പര്യമുണ്ടെന്ന രീതിയിൽ സൂചനകൾ നൽകാൻ തുടങ്ങുന്നു. കുനാൽ അതൊക്കെ വളരെ കാഷ്വൽ ആയിട്ടാണ് എടുക്കുന്നത്. വലിയ റെസ്പോൺസ് ഒന്നും നൽകുന്നില്ല. വൈൻ ഉണ്ടാക്കുന്നത് കാണാൻ പോകാമെന്ന് എലി വിചാരിക്കുന്നു. ദിയ പറയുന്നു, എനിക്ക് അതിൽ താല്പര്യമില്ല. കുനാൽ, നീ അവരുടെ കൂടെ പോയിക്കോളൂ, ഞാൻ വേറെ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാൻ പോകാം. അങ്ങനെ എലിയും കുനാലും ഒന്നിച്ചു നടക്കുന്നു. എലി അവനോട് ഫ്ലർട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുനാൽ വിഷയം മാറ്റി വിട്ടുകൊണ്ടേയിരിക്കുന്നു. അവൾ ഒരുപാട് ശ്രമിച്ചിട്ടും കുനാൽ വീഴുന്നില്ല. ഈ കാര്യം അവൾ ദിയയോട് പറയുന്നു. ഞാൻ മാത്രം എല്ലാം ചെയ്താൽ ശരിയാവില്ല, കുറച്ചൊക്കെ നീയും ചെയ്യണം. അവനെ നിന്നിൽ നിന്ന് അകറ്റാൻ നോക്ക്. അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്ക്. നിന്നിലുള്ള താല്പര്യം കുറയുമ്പോഴല്ലേ അവന്റെ ശ്രദ്ധ മറ്റെവിടെയെങ്കിലും പോകും. നീ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നു. ആദ്യം അവനോട് വളരെ റോഡായി സംസാരിച്ചു. അടുത്ത ദിവസം തലവേദനയാണെന്ന് പറഞ്ഞു കിടന്നു. എലി ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. ഒരു വില്ലയും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിയ കുനാലിനോട് പറയുന്നു, നീ പോയിക്കോളൂ, എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ നാളെയോ മറ്റന്നാളോ വരാം. എല്ലാം ബുക്ക് ചെയ്തതല്ലേ, പണം കളയേണ്ട. കുനാൽ അവരുടെ വാക്ക് കേട്ട് എലിയോടൊപ്പം റോഡ് ട്രിപ്പിലേക്ക് പോകുന്നു. എലി വീണ്ടും സജീവമായി ഫ്ലഡ് ചെയ്യാൻ തുടങ്ങുന്നു. എന്തൊക്കെയോ ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന മട്ടിൽ സൂചനകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. കുനാൽ അവളെ ഒരു സുഹൃത്തായി കണ്ട് കാര്യങ്ങൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഫ്ലർട്ടിംഗ് ഭാഗം അവൻ അവഗണിക്കുകയായിരുന്നു. എലിക്ക് മോര് കൂട്ടാനും ചോറും വളരെ ഇഷ്ടമാണ്. ഇന്ത്യയിൽ നിന്ന് അവൾ മിസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം കടിച്ചാവലാണ്, അതായത് മോര് കൂട്ടാൻ. അവർ ഒരു ഹോട്ടലിൽ തങ്ങിയപ്പോൾ കുനാൽ അവൾക്കായി മോര് കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കുന്നു. എലി ഒരുപാട് ഇമോഷണൽ ആകുന്നു.
ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ അവളുടെ ഇഷ്ടത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് തനിക്കൊരു പരിചരണം ലഭിക്കുന്നതായി അവൾക്ക് തോന്നുന്നത്. മോര് കൂട്ടാൻ കഴിച്ച് അവൾ വളരെ സന്തോഷവതിയാകുന്നു. അവനെ കെട്ടിപ്പിടിക്കുന്നു. അവൾ പറയുന്നു, ഞാൻ സത്യമായും നിന്നെ മോഷ്ടിക്കും. ദിയേക്കാൾ നന്നായി ഞാൻ നിന്നെ നോക്കും. ആ ആവേശത്തിൽ വണ്ടി ബാലൻസ് തെറ്റി ഒരു കുഴിയിൽ ചെന്ന് വീഴുന്നു. ലിഫ്റ്റ് ചോദിച്ച് അവർ ഒരു ബീച്ചിലെത്തുന്നു. എലി ബിക്കിനി ധരിച്ച് കുളിക്കാൻ പോകുമ്പോൾ കുനാൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എലി തന്റെ ശരീരഭംഗിയും ഭാവങ്ങളും കൊണ്ട് അവനെ ആകർഷിക്കാൻ പരമാവധി നോക്കുന്നുണ്ട്. ഇരുവരും കടലിൽ ഒരുപാട് ആസ്വദിക്കുന്നു. കാര്യം എന്തെന്നാൽ എലിക്ക് കുനാലിനെ ചെറുതായി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. കുനാലിനും അവളുടെ കമ്പനി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എലി ചോദിക്കുന്നു, നീ ദിയയുടെ കൂടെ ഇത്രയും ആസ്വദിക്കാറില്ലേ? കുനാൽ പറയുന്നു, ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ ഒരുപാട് ഭ്രാന്തൻ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. എലി ചോദിക്കുന്നു, അപ്പോൾ ജീവിതം മുഴുവൻ ഇങ്ങനെയാണോ തീർക്കാൻ പോകുന്നത്? ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ്? കുനാൽ പറയുന്നു, പാസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ലേ ഫ്യൂച്ചർ ഉണ്ടാകുന്നത്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും നമ്മുടെ പാസ്റ്റ് വലുതാവുകയും ഫ്യൂച്ചർ ചെറുതാവുകയും ചെയ്യുന്നു. നമുക്ക് സന്തോഷം ലഭിക്കുന്നതും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്താണ് കാര്യം? എലി ചോദിക്കുന്നു, നിനക്ക് ദിയയോട് പ്രണയം തോന്നിയപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കുനാൽ പറയുന്നു, കാരണം ഞങ്ങൾ ഇപ്പോൾ കുട്ടികളല്ല. എലി പറയുന്നു, ആസ്വദിക്കുന്നതിന് പ്രായപരിധിയുണ്ടോ? കുനാൽ പറയുന്നു, ഞങ്ങൾ പരസ്പരം കംഫർട്ടബിൾ ആണ്. എലി പറയുന്നു, കംഫർട്ട് മാത്രം നോക്കിയാണ് ജീവിക്കേണ്ടതെങ്കിൽ ഞാൻ എന്റെ ബെഡിൽ കിടക്കുന്നതാണ് നല്ലത്. അതിലും വലിയ കംഫർട്ട് എവിടെ കിട്ടാനാണ്? ഇരുവരും വില്ലയിലെത്തുന്നു. കുനാൽ ചോദിക്കുന്നു, നിന്നെ കൂടെ നിർത്താൻ പ്രേരിപ്പിക്കുന്ന ആരെയും നിനക്ക് ഇതുവരെ കിട്ടിയില്ലേ? എലി പറയുന്നു, കാമുകൻ, ബന്ധങ്ങൾ, ജോലികൾ ഒക്കെ പുതിയതായിരിക്കുമ്പോൾ വളരെ നല്ലതാണ്. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. പക്ഷേ പിന്നീട് അത് വെറും ഒരു ഉത്തരവാദിത്തമായി മാറും. എല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് കൂടിയാണ് വരുന്നത്. എക്സ്പയറി ഡേറ്റിന് ശേഷം മരുന്ന് പോലും വിഷമായി മാറും. കുനാൽ പറയുന്നു, പ്രണയം എന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. എലി പറയുന്നു, എനിക്ക് പ്രണയത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ പ്രണയത്തിൽ തളച്ചിടപ്പെടുന്നവനിൽ വിശ്വാസമില്ല. ഏതുവരെ ഉണ്ടോ അതുവരെ ഉണ്ടാവട്ടെ. സംസാരിച്ച് ചുറ്റും നിശബ്ദതയുള്ള ഒരു നിമിഷം വരുന്നു. അടുത്തെങ്ങും ആരുമില്ല. അവർ രണ്ടുപേർ മാത്രം. അവർ പരസ്പരം വളരെ അടുക്കുന്നു. നമുക്ക് അവർക്കിടയിൽ ഒരു കെമിസ്ട്രി രൂപപ്പെടുന്നത് കാണാം. എലി അവനെ കൈപിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത ദിവസം എലി ബെഡിൽ വസ്ത്രങ്ങളൊന്നുമില്ലാതെ കിടക്കുന്നത് നമ്മൾ കാണുന്നു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ദിയയുടെ ഫോൺ വരുമ്പോൾ അവളോട് വരാൻ പറയുന്നു. കുനാൽ എലിയുടെ അടുത്ത് വന്ന് പറയുന്നു, കഴിഞ്ഞ രാത്രി നടന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. നമ്മൾ രണ്ടുപേരും മുതിർന്നവരാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാം. ദിയ വന്നപ്പോൾ എലി അവളോട് പറയുന്നു, ഞങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ല. അവൻ വീണിട്ടില്ല. അവൻ ശരിക്കും നിന്നെ പ്രണയിക്കുന്നുണ്ട്. കുനാൽ ദിയയെ കണ്ടയുടൻ അവളോട് പ്രണയം പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ മൂവരും ചുറ്റിക്കറങ്ങാൻ തുടങ്ങുന്നു. എല്ലാം ഒരു തമാശക്കാണ് തുടങ്ങിയത്. പക്ഷേ എലിയുടെ മനസ്സിൽ കുനാലിനോട് ശരിക്കും പ്രണയം തോന്നിയിരുന്നു. അവന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും അവൾ ഇംപ്രസ് ആയിരുന്നു. കുനാലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ചലഞ്ചിന്റെ ഭാഗമായി സംഭവിച്ചതായിരുന്നു. അതുകൊണ്ട് അവൾ ആ ഫീലിങ്സ് ഒക്കെ ഉള്ളിലൊതുക്കി നോർമലായി ആസ്വദിക്കുകയായിരുന്നു. ഒരു ദിവസം ദിയ കുനാലിനെ കല്യാണത്തിനായി പ്രപ്പോസ് ചെയ്യുന്നു. കുനാൽ സമ്മതിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവർക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ദിയ എലിയെ കല്യാണത്തിന് ക്ഷണിക്കുന്നു. പക്ഷെ എലി പറയുന്നു, ഞാൻ കല്യാണത്തിനൊന്നും വരില്ല. എനിക്ക് കല്യാണങ്ങൾ ഇഷ്ടമല്ല. എലിക്ക് കുനാലിനോട് പ്രണയമായിരുന്നു. തനിക്ക് പ്രണയം തോന്നിയെന്ന് അവൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കല്യാണ ചടങ്ങുകൾ നടക്കുകയാണ്. എലി വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവൾ അവിടേക്ക് വരുന്നു. ഇവിടെ വെച്ചാണ് മനസ്സിലാകുന്നത് അവൾ കല്യാണത്തിൽ പങ്കെടുക്കാനല്ല, തന്റെ പ്രണയം നേടിയെടുക്കാനാണ് വന്നിരിക്കുന്നത് എന്ന്. എലി അവരുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കാൻ വരുന്നത്. ദിയ അവൾക്ക് ധരിക്കാൻ വസ്ത്രങ്ങൾ കൊടുക്കുമ്പോൾ എലി പറയുന്നു, ഞാൻ വസ്ത്രങ്ങളില്ലാതെയാണ് കിടക്കാറ്. ഒരു തവണ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല അനുഭൂതിയായിരിക്കും. ഇവർ രണ്ടുപേരും അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കംഫർട്ടബിളായി തോന്നാത്തത് കൊണ്ട് വസ്ത്രങ്ങൾ തിരികെ ധരിക്കുന്നു. രാത്രി കുനാൽ അടുക്കളയിൽ എന്തോ കഴിക്കാൻ പോകുമ്പോൾ എലി മനഃപൂർവ്വം വസ്ത്രങ്ങളില്ലാതെ അവന്റെ മുന്നിൽ വരുന്നു. പക്ഷേ അബദ്ധത്തിൽ വന്നതുപോലെ അഭിനയിക്കുന്നു. രാവിലെ അവർ ചിരിച്ചുകൊണ്ട് ദിയയോട് കഴിഞ്ഞ രാത്രി നടന്ന കാര്യം പറയുന്നു. ദിയയുടെ മുന്നിൽ വെച്ച് എലി സ്വയം കുനാലിന്റെ പകുതി ഭാര്യ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. ദിയയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. എലി കുനാലിന്റെ കുടുംബത്തെ ഇംപ്രസ് ചെയ്യാൻ നോക്കുകയാണ്. അതോടൊപ്പം ദിയയ്ക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. അതിലൂടെ ദിയ എല്ലാവരുടെയും മുന്നിൽ ദേഷ്യക്കാരിയായ ഒരു പെൺകുട്ടിയായും താൻ വളരെ നല്ലവളായും കാണിക്കാൻ അവൾ ശ്രമിക്കുന്നു. രാത്രി ദിയ ഉറങ്ങിക്കഴിയുമ്പോൾ എലി മെസ്സേജ് അയച്ച് കുനാലിനെ ബാൽക്കണിയിലേക്ക് വിളിക്കുന്നു. അവൾ ചോദിക്കുന്നു, നീ എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? കുനാൽ പറയുന്നു, ഞാൻ അവളെ പ്രണയിക്കുന്നു, അവൾ എന്നെയും. രണ്ടുപേരും ഒന്നിച്ചാണ് താമസം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് കല്യാണം തന്നെയല്ലേ? ദിയ പ്രപ്പോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ കല്യാണം നടക്കില്ലായിരുന്നു അല്ലേ? കുനാൽ പറയുന്നു, ഒരു പക്ഷെ അതെ. ദിയ പ്രപ്പോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നീ ചെയ്യുമായിരുന്നോ? കുനാൽ പറയുന്നു, ഇല്ല. സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്ക് വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്നത് എനിക്ക് ശരിയായി തോന്നുന്നില്ല. എലി പറയുന്നു, നിനക്ക് സമൂഹത്തിന്റെ പ്രതീക്ഷകളെ കുറിച്ച് ആശങ്കയില്ല. പക്ഷെ ദിയയുടെ പ്രതീക്ഷകളെ കുറിച്ച് നിനക്ക് നിന്നേക്കാൾ കൂടുതൽ ആശങ്കയുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് സ്വന്തം കാര്യത്തേക്കാൾ കൂടുതൽ ചിന്തിക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുനാൽ ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്നെ ഇത്രയധികം പുകഴ്ത്തല്ലേ? എലി പറയുന്നു, നിന്റെ ഈ പുഞ്ചിരിക്കുന്ന പേഴ്സണാലിറ്റി ദിയയുടെ മുന്നിൽ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇല്ലാതാകുന്നത്?
കുനാൽ പറയുന്നു, അങ്ങനെയൊന്നുമില്ല, ഞാൻ അവളെ പ്രണയിക്കുന്നത് കൊണ്ട് അവളുടെ വാക്കുകൾ കേൾക്കുന്നു എന്ന് മാത്രം. എലി ചോദിക്കുന്നു, ശരി പറ, ഈ കല്യാണത്തിൽ നിന്റെ ഇഷ്ടപ്രകാരം എന്താണ് നടക്കുന്നത്? കുനാൽ പറയുന്നു, കല്യാണത്തിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. ശരി, നീ പറ, നിന്റെ കല്യാണമായിരുന്നെങ്കിൽ നീ എന്താണ് വ്യത്യസ്തമായി ചെയ്യുക? എലി പറയുന്നു, ആദ്യം തന്നെ ഞാൻ വസ്ത്രങ്ങൾക്ക് വേണ്ടി പണം കളയില്ല. കോർട്ട് മാരേജ് ചെയ്ത് പണം ലാഭിക്കും. എന്നിട്ട് ഒരു മാസത്തേക്ക് ഭർത്താവിനൊപ്പം പലയിടങ്ങളിലായി ഹണിമൂൺ ആഘോഷിക്കും. ഇപ്പോൾ പറ, നീ ഏത് കല്യാണമാണ് പ്രിഫർ ചെയ്യുക? ഇപ്പോൾ നടക്കുന്നതോ അതോ എന്റേതോ? കുനാൽ പറയുന്നു, നിന്റേത്. എലി പറയുന്നു, എങ്കിൽ പിന്നെ അത് ചെയ്യ്, ഞാൻ നിന്നെ പ്രണയിക്കുന്നു. ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. നീ ഇതിന് മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്ക് പിന്നീട് പശ്ചാത്താപം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പറയണമെന്ന് തോന്നി. കുനാൽ പറയുന്നു, നീ പ്രണയത്തിൽ വിശ്വസിക്കുന്നില്ലെന്നാണ് ഞാൻ കരുതിയത്. എലി പറയുന്നു, ഒരുപക്ഷെ ഇപ്പോൾ വിശ്വസിച്ചു തുടങ്ങി. എന്നെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരാളെ എനിക്ക് കിട്ടി. കുനാൽ യാതൊരു പ്രതികരണവും നൽകുന്നില്ല. എലി അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ സുഹൃത്തുക്കൾക്കിടയിൽ അടുത്തത് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് പ്ലാൻ നടക്കുകയാണ്. രണ്ടുപേരുടെയും സുഹൃത്തുക്കൾ ഒന്നിച്ച് പാർട്ടി നടത്താമെന്നായിരുന്നു ദിയയുടെ പ്ലാൻ. എലി പറയുന്നു, അതിലൊരു രസവും ഉണ്ടാകില്ല. രണ്ടുപേരുടെയും പാർട്ടി വെവ്വേറെ ആയിരിക്കണം. ബാച്ചിലർ പാർട്ടി എന്തായാലും വേണം. എല്ലാവരും എലിയുടെ ഭാഗം പിടിക്കുന്നു. ദിയ ഒടുവിൽ സമ്മതിക്കുന്നു. സൗഹൃദത്തിൽ ഇതൊക്കെ സാധാരണമാണ് എന്ന രീതിയിൽ എലി ഇപ്പോൾ പരസ്യമായി കുനാലിനോട് ഫ്ലർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. തമാശ രൂപേണ അവൾ അവനോട് ഐ ലവ് യു എന്ന് പറയുകയും അവനെ കൊണ്ട് ഐ ലവ് യു ടു എന്ന് പറയിപ്പിക്കുകയും ചെയ്യുന്നു. ദിയയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞതാണെന്ന് കരുതി അവൾ ഒന്നും പറയുന്നില്ല. എലി ദിയയുടെ ബാച്ചിലർ പാർട്ടിക്കുള്ള കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷേ അവൾ ചെന്നെത്തുന്നത് കുനാലിന്റെ ബാച്ചിലർ പാർട്ടിയിലാണ്. കുനാൽ അവൾക്ക് ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നു. രണ്ടുപേരും ഒന്നിച്ച് മദ്യപിക്കുന്നു. എലി വളരെ റൊമാൻറ്റിക്കായി അവനോട് സംസാരിക്കുന്നു. അവൻ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും തനിക്ക് അവനോട് പ്രണയമുണ്ടെന്ന് അവൾ വ്യക്തമാക്കുന്നു. പിന്നീട് അവൾ ദിയയുടെ അടുത്ത് ചെന്ന് പാർട്ടി ആസ്വദിക്കാൻ പറഞ്ഞ് ദിയയുടെ ഫോൺ കൈക്കലാക്കുന്നു. കുനാൽ ദിയയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോൺ എലിയുടെ കൈവശമായിരുന്നു. പാർട്ടി കഴിഞ്ഞ് ദിയ കുളിക്കാൻ പോയപ്പോൾ എലി കുനാലിന്റെ അടുത്ത് വരുന്നു. അവൻ നല്ല ലഹരിയിലായിരുന്നു. അവൾ അവനെ താങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ദിയക്കെതിരെ കുനാലിന്റെ മനസ്സ് മാറ്റാൻ അവൾക്കൊരു അവസരം വേണമായിരുന്നു. അതിനാണ് അവൾ ഇതൊക്കെ ചെയ്തത്. കുനാൽ അവളോട് ചോദിക്കുന്നു, നീ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഞാൻ ദിയയെ ഉപേക്ഷിക്കുമെന്നാണോ നീ കരുതിയത്? കല്യാണത്തിന് 4 ദിവസം മുൻപ് ഒരു പെൺകുട്ടിയെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താൻ ഞാൻ തയ്യാറാകുമോ? നമ്മൾ ഒന്നിച്ച് ജീവിച്ചാൽ നന്നായിരിക്കും എന്ന് നിനക്ക് തോന്നുന്നത് കൊണ്ട് മാത്രം എലി ചോദിക്കുന്നു. നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ? കുനാൽ അല്പം ആലോചിച്ച ശേഷം പറയുന്നു, തോന്നുന്നില്ല. രണ്ടുപേരും വീട്ടിൽ വരുമ്പോൾ ഒന്നിച്ച് കാണുന്ന ദിയ അത്ഭുതപ്പെടുന്നു. കുനാൽ പറയുന്നു, ഞാൻ നിന്നെ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ നീ ഫോൺ എടുത്തില്ല. ദിയ പറയുന്നു, എന്റെ ഫോൺ എലിയുടെ കൈവശമായിരുന്നു. എലി അഭിനയിച്ചുകൊണ്ട് പറയുന്നു, അയ്യോ അതെ, ഞാൻ അതറിയാതെ എന്റെ കൂടെ എടുത്തുപോയി. ദിയക്ക് ദേഷ്യം വരുന്നു. പോകുകയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? കുനാൽ എലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, അതിലിപ്പോൾ എന്താണ് ഇത്ര വലിയ കാര്യം? എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നതല്ലേ? എലി എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ദിയക്ക് മനസ്സിലാകുന്നു. അടുത്ത ദിവസം ദിയ അവളോട് തനിക്ക് എല്ലാം അറിയാമെന്ന് പറയുന്നു. എലിയും തുറന്നു പറയുന്നു, അതെ, എനിക്ക് കുനാലിനോട് പ്രണയമാണ്. ഞാൻ അവനോട് അത് പറയുകയും ചെയ്തു. അവൻ നിന്നോട് പറഞ്ഞില്ലേ? ടെൻഷൻ അടിക്കേണ്ട, ഞാൻ നിങ്ങളുടെ കുടുംബം തകർക്കില്ല. പക്ഷെ കല്യാണം കഴിയുന്നത് വരെ കല്യാണം മുടക്കാൻ എനിക്ക് ശ്രമിക്കാമല്ലോ. കല്യാണം കഴിഞ്ഞാൽ അവൻ നിന്റേത്, ഞാൻ അവനെ തടഞ്ഞാൽ അവൻ നിന്റേത്, ഞാൻ അവനെ തടഞ്ഞാൽ അവൻ എന്റേത്. ഇപ്പോൾ രണ്ടുപേരും കുനാലിനെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എലി കുനാലിനെ ഷോപ്പിങ്ങിനായി കൊണ്ടുപോകുന്നു. താലിമാല എടുക്കാൻ പോകുമ്പോൾ എലി പറയുന്നു, ഇത് എന്റെ കഴുത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുനാൽ അത് അവളുടെ കഴുത്തിൽ അണിയിക്കുമ്പോൾ എലിക്ക് അത് വളരെ നന്നായി തോന്നുന്നു. കുനാൽ അവളിലേക്ക് നോക്കി നിന്ന് പോകുന്നു. ഇപ്പോൾ എല്ലാവരും ബസ്സിൽ കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. എലി പറയുന്നു, നമുക്കൊരു ഗെയിം കളിക്കാം. വധുവരന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കാം. പരസ്പരം എത്രത്തോളം അറിയാമെന്ന് നോക്കാം. രണ്ടുപേരോടും പരസ്പരം ഇഷ്ടപ്പെട്ട നിറവും ഭക്ഷണവും ചോദിക്കുന്നു. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓർമ്മയില്ലായിരുന്നു. കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് പരസ്പരം അറിയില്ലെന്ന് വരുമ്പോൾ അവിടെ വലിയൊരു അസ്വസ്ഥത ഉണ്ടാകുന്നു. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ എലി പരമാവധി ശ്രമിക്കുകയായിരുന്നു. കുനാൽ ദിയയോട് പറയുന്നു, എനിക്കെല്ലാം ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് മറന്നുപോയതാണ്. കുനാലിന് ശരിക്കും തന്നിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്ന് ദിയക്ക് തോന്നാൻ തുടങ്ങുന്നു. അവൻ വെറും ഒരു ഉത്തരവാദിത്തമായി കണ്ടാണ് കല്യാണം കഴിക്കുന്നത്, പ്രണയമുള്ളത് കൊണ്ടല്ല. കുനാൽ ദിയയ്ക്ക് താലിമാല കാണിച്ചു കൊടുക്കുന്നു. അതിൽ ഒരു മുടി ഒട്ടിയിരിക്കുന്നത് അവൾ കാണുന്നു. അത് എലി ധരിച്ചപ്പോൾ ഉണ്ടായതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവർക്കിടയിലെ ബന്ധം വഷളാകാൻ തുടങ്ങുന്നു. അത് എല്ലാവർക്കും കാണാമായിരുന്നു. എലി വിജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദിയ കുനാലിനോട് പറയുന്നു, അവളുടെ കഴുത്തിൽ ആ താലിമാല കാണാൻ ഭംഗിയുണ്ടായിരുന്നല്ലേ? നിനക്ക് അവളോട് പ്രണയമാണെന്ന് എനിക്കറിയാം. സാരമില്ല, തെറ്റ് എന്റേതാണ്. നമ്മൾ സിക്കിലിയിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ എലിയെ കാണില്ലായിരുന്നു. ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ആരുടെയും വിഷമം കാണാൻ വയ്യാത്തത് കൊണ്ടാണ് നീ കല്യാണത്തിൽ സമ്മതിച്ചത് എന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ തടയില്ല. നിനക്ക് അവളുടെ അടുത്തേക്ക് പോകാം. കുനാൽ പറയുന്നു, എന്റെ ഫീലിങ്സ് എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാമല്ലോ. ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു എന്ന് നീയും തീരുമാനിച്ചു കഴിഞ്ഞു.
ദിയ ചോദിക്കുന്നു, എങ്കിൽ നീ തന്നെ പറ, ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ? കുനാൽ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് അവിടേക്ക് എലിയുടെ മാതാപിതാക്കൾ വരുന്നത്. അവരെ ദിയയാണ് വിളിച്ചു വരുത്തിയത്. അവിടെ വലിയൊരു ബഹളം ഉണ്ടാകുന്നു. കുനാൽ രണ്ടുപേരോടും തനിച്ച് സംസാരിക്കണമെന്ന് പറയുന്നു. കുനാൽ തന്റെ വായ തുറന്ന് തനിക്ക് എന്താണ് വേണ്ടതെന്ന് പറയണമെന്ന് രണ്ടുപേരും ആഗ്രഹിച്ചു. തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി എലി പറയുന്നു, നിനക്ക് എന്നോട് പ്രണയമുണ്ടോ എന്നറിയാൻ വേണ്ടി നിന്നോട് ഫ്ലർട്ട് ചെയ്യാൻ ദിയ തന്നെയാണ് എന്നോട് പറഞ്ഞത്. തുടക്കത്തിൽ എല്ലാം അങ്ങനെയായിരുന്നു, പക്ഷേ പിന്നീട് എനിക്ക് നിന്നോട് ശരിക്കും പ്രണയമായി മാറി. അന്ന് രാത്രി ഒന്നും നടന്നിട്ടില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, പക്ഷേ ഒന്നും നടക്കാതിരുന്നിട്ടുമില്ല. ഇതൊക്കെ കേട്ട് കുനാലിന്റെ മൂഡ് ഔട്ട് ആകുന്നു. അവൻ ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അവൻ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ദിയയും എലിയും തമ്മിൽ തർക്കിക്കാൻ തുടങ്ങുന്നു. ദിയ വലിയ മനസ്സ് കാണിച്ച് എലിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയത് ഇന്ന് അവരുടെ കല്യാണം നടത്താൻ വേണ്ടിയായിരുന്നു. പിന്നീട് രണ്ടുപേരും ഒരു ആൺകുട്ടിയെ പ്രണയിക്കുന്നത് വളരെ സാധാരണമായ കാര്യമാണെന്ന് മട്ടിൽ വഴക്കിടാൻ തുടങ്ങുന്നു. രണ്ടുപേരും അവനെ തിരഞ്ഞിറങ്ങുന്നു. അവനെ കണ്ടെത്തുകയും ചെയ്യുന്നു. കുനാൽ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും എന്നെ ഒരു തമാശയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലെ വെറുതെ പറയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. കപ്പിൾസിന് പരസ്പരം എല്ലാം അറിഞ്ഞിരിക്കണം. എന്നെ പ്രണയിക്കാൻ 5 കാരണങ്ങൾ പറയൂ. ബന്ധത്തിൽ എപ്പോഴും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എക്സൈറ്റ്മെന്റ് മാത്രമാണ് പ്രണയത്തിന്റെ അളവുകോലെങ്കിൽ പ്രണയം വളരെ നിസ്സാരമായ ഒന്നാണ്. ഒരു ബന്ധം പുതിയതായിരിക്കുമ്പോൾ അതിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, കാരണം അത് പുതിയതാണ്. പുതിയ സുഹൃത്തുക്കളുടെ പുതിയ കഥകൾ നമുക്ക് എക്സൈറ്റിംഗ് ആയി തോന്നും. പഴയ സുഹൃത്തുക്കളുടെ അതേ കഥകൾ വീണ്ടും വീണ്ടും കേട്ട് നമ്മൾ മടുത്തുപോകും. പ്രണയം എന്നത് നമ്മൾ രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ആ കീറിയ ടീഷർട്ട് പോലെയാണ്. അതെ, എനിക്ക് എലിയോട് പ്രണയം തോന്നുന്നുണ്ട്. അവൾ അത്രയും ക്യൂട്ടാണ്. ഒരുപക്ഷെ നമ്മൾ മറ്റൊരു ജീവിതത്തിൽ ദിയയ്ക്ക് മുൻപ് എലിയെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഒന്നിച്ച് ജീവിച്ചേക്കാം. ഈ ഒരു പക്ഷേ എന്നത് വലിയൊരു വാക്കാണ്. ഒരു പക്ഷേ 6 മാസത്തിന് ശേഷം നമുക്ക് പരസ്പരം സഹിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. എന്റെയും ദിയയുടെയും ഇടയിൽ ആ ഒരു പക്ഷേ ഇല്ല. ദിയ, നീ എന്റെ ആ പഴയ സാധനങ്ങൾ നിറഞ്ഞ അലമാര പോലെയാണ്. അത് കണ്ട് അമ്മ എപ്പോഴും ചോദിക്കും ഇതെന്തൊരവസ്ഥയാണെന്ന്. പക്ഷേ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ആ അലമാരയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അതേലേ, നിന്റെ രീതിയിലുള്ള കല്യാണമാണ് എന്റെ ടൈപ്പ്. പക്ഷേ ദിയയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ കല്യാണം കഴിക്കുന്നത്. കാരണം കല്യാണം 4 ദിവസം കൊണ്ട് തീരും, പക്ഷേ ബന്ധം ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. ദിയ, നമ്മൾ പരസ്പരം ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടാകാം, പക്ഷേ വലിയ കാര്യങ്ങൾ ഇപ്പോഴും അതേപടി ഓർമ്മയുണ്ട്. നീ എന്റെ ആ കീറിയ പഴയ ടീഷർട്ടാണ്. ഇപ്പോൾ എന്റെ ഉറക്കത്തിന് അത് ശീലമായി കഴിഞ്ഞു. ആളുകൾ ഈ ശീലത്തെ എന്തിനാണ് ഇത്രയധികം കുറ്റം പറയുന്നതെന്ന് എനിക്കറിയില്ല. നല്ലതാണ് ഈ ശീലം. വിശ്വാസം കൊണ്ടാണ് ഈ ശീലം ഉണ്ടാകുന്നത്. എലി, നീ എന്റെ കണ്ണുകളിലെ തിളക്കമായിരിക്കാം, പക്ഷെ ദിയ എന്റെ സമാധാനമാണ്. അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന ചോദ്യത്തിന് ഞാൻ മറുപടി നൽകില്ല. എങ്കിലും എന്നെ സഹിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഈ ജന്മം മാത്രമല്ല, അടുത്ത 7 ജന്മവും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഇതോടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകുന്നു. കുനാൽ എലിയുടെ പ്രണയം നിരസിച്ച് ദിയയുടെ പ്രണയം തിരഞ്ഞെടുക്കുന്നു. എലി പറയുന്നു, ഈ ജന്മത്തിൽ നിന്റേത്, അടുത്ത ജന്മത്തിൽ നോക്കാം. ഇപ്പോൾ രണ്ടുപേരുടെയും കല്യാണം നടക്കുകയാണ്. എലിയും അവിടെയുണ്ട്. അവൾ തന്റെ ഫീലിങ്സ് മാറ്റിവെച്ച് ഒരു സുഹൃത്തായി അവിടെ കല്യാണം ആസ്വദിക്കുകയാണ്. അന്ന് രാത്രി അവർക്കിടയിൽ ഒന്നും നടന്നിട്ടില്ലെന്നാണ് സിനിമയിൽ പറയുന്നത്. കുനാൽ അവളെ ചുംബിക്കാൻ അടുത്തേക്ക് വന്നിരുന്നു. വെറും 1 ഇഞ്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു. പിന്നീട് ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. എലിയുടെ ഫ്ലർട്ടിംഗ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവൾ പറയുന്നു, ഡിവോഴ്സ് ആവുകയാണെങ്കിൽ പറയണം, അതിനുശേഷം ഞാൻ നിന്നെ സ്വീകരിക്കും. ഈ ഒരു തമാശയോടെ സിനിമ ഇവിടെ അവസാനിക്കുന്നു.